Dear students, page 42 fourth question ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. യൂസ് കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 decimal places the perimeter and the area of the circle in the picture. ഈ പിക്ചറിലുള്ള സർക്കിളിൻ്റെ പെരിമീറ്ററും അതേപോലെ തന്നെ ഏരിയയും രണ്ടും നിങ്ങൾ കാണണം യൂസിങ് കാൽക്കുലേറ്റർ. ഓക്കെ, അപ്പോൾ പെരിമീറ്ററും ഏരിയയും കാണണമെങ്കിൽ പെരിമീറ്ററും ഏരിയയും കാണാനുള്ള ഫോർമുല നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ, ദാറ്റ് ടു വി ഷുഡ് നോ. ഓക്കെ, അപ്പോൾ ഇത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. Question 5. What is area of triangle? We have studied area of circle. Area of circle is equal to pi r square and perimeter of the circle is 2 pi r. Okay. അപ്പോൾ റേഡിയസ് വേണം, രണ്ടിടത്തും റേഡിയസ് വേണം. റേഡിയസ് ഇല്ലെങ്കിൽ എന്ത് വേണം? ഡയമീറ്റർ വേണം. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്ററിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റേഡിയസ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കുക. ഇതൊരു സർക്കിളാണ്. ഇത് ഒരു സെറ്റ് സ്ക്വയർ വെച്ചിരിക്കുന്നു. സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആംഗിളാണ് ഇത്. അപ്പോൾ ഈ എഡ്ജ് എവിടെ വന്ന് ടച്ച് ചെയ്യുന്നു നോക്കുക. ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? 1 2 3 3യിലാണ് ടച്ച് ചെയ്യുന്നത്. അതേപോലെ ഈ എഡ്ജ് ഈ സർക്കിളിനെ എവിടെ ടച്ച് ചെയ്യുന്നു നോക്കുക. അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ടച്ചസ് അറ്റ് ദ പോയിൻറ്റ് 6ലാണ് ടച്ച് ചെയ്യുന്നത് മനസ്സിലായി. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ്, ഒരു സൈഡ് 6 ആണ്, മറ്റേ സൈഡ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 എന്ന പോയിൻറ്റിൽ നിന്ന് 6 എന്ന പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണെന്ത്? ഡയമീറ്റർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കാണുന്നു. ഹൈപ്പോട്ടന്യൂസ് മീൻസ് ഹിയർ ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ കാണുന്നു. എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റേഡിയസ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ് ഒന്ന് 3 cm ആണ്, മറ്റേത് 6 cm ആണ്. സോ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, so base hypotenuse square is equal to base square plus altitude square. Okay, so that's equal to 3 square plus 6 square. This is 9, this is 36. 36 plus 9 is equal to 45. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എത്രയാണ്? 45 ആണ്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, സോ ഹൈപ്പോട്ടന്യൂസ് is equal to root of 45. Okay, that is actually what? Diameter ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് 45ൻ്റെ വാല്യൂ എത്രയാണെന്ന് കാണാം. അപ്പോൾ പോയിൻറ്റിന് ശേഷം കുറേ ഡെസിമൽ പ്ലേസസ് ഉണ്ടാവും. ബട്ട് വി ഹാവ് ടു ഡിറ്റർമിൻ അപ് ടു 2 decimal places എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ആ കാൽക്കുലേറ്ററിൽ വരുന്ന പോയിൻറ്റിന് ശേഷമുള്ള 2 decimal places മതി. 2ന് ശേഷമുള്ള ഡിജിറ്റ്സ് നോക്കാം. മൂന്നാമത്തെ ഡിജിറ്റ് 4ൽ കൂടുതലാണെങ്കിൽ, ഓക്കെ, 5 to 9 വരെയുള്ള ഏതെങ്കിലും ഡിജിറ്റ് ആണെങ്കിൽ ഒന്നും കൂടി ഏതിനോട് ആഡ് ചെയ്യാം? ഈ രണ്ടാമത്തതിനോട് ആഡ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിട്ടിയത് 6.753 എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6.75 എന്നെടുത്താൽ മതി. ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല, സിംപ്ലി ഒരു എക്സാമ്പിൾ മാത്രം പറയാം. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് 6.755 എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 4. ഈ മൂന്നാമത്തെ ഡിജിറ്റ് 4നേക്കാൾ വലുതാണ്.
സോ യു വാണ്ട് ടു ആഡ് 1 വിത്ത് ദിസ്. അതായത് 6.755 എന്നുള്ളത് എന്തായി മാറും? 6.76 എന്നായിട്ട് മാറും. അപ്പോൾ ഈ വാല്യൂ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ഡിജിറ്റ് 5നേക്കാൾ കുറവാണ് കിട്ടുന്നതെങ്കിൽ ഈ മൂന്നാമത്തെ ഡിജിറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇങ്ങനെയുള്ളൊരു വാല്യൂ എടുത്താൽ മതി. അങ്ങനെ യു വിൽ ഗെറ്റ് വാട്ട്? ഡയമീറ്റർ. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ then you want to find radius. Radius is equal to d/2, half of diameter. Diameter എത്രയാണോ കിട്ടിയത് അതിൻ്റെ ഹാഫ് യൂസിങ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുക? ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് ഏരിയ ഓഫ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ രണ്ടും കാണാം. ഏരിയ ഓഫ് സർക്കിൾ കാണുമ്പോൾ ഇവിടെ പൈ ഇൻറ്റു r² ആണ്. ഓക്കെ, അപ്പോൾ ആറിൻ്റെ പ്ലേസിൽ നിങ്ങൾക്ക് കിട്ടിയ റേഡിയസിൻ്റെ വാല്യൂ അതൊരു ഡെസിമൽ നമ്പർ ആയിരിക്കും. ആ ഡെസിമൽ നമ്പർ ഇവിടെ കൊടുക്കുക, എന്നിട്ട് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ ആദ്യം കാണുക കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട്, എന്നിട്ട് അതിനെ പൈൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ? വാല്യൂ ഓഫ് പൈ ഈസ് ഈക്വൽ ടു 3.14 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇത്ര എടുത്താൽ മതി. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഡെസിമൽ നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട്, എന്നിട്ട് അതിനെ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ യു വിൽ ഗെറ്റ് ഏരിയ. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? ആറിൻ്റെ വാല്യൂവിനെ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. അതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 6. എന്താണ് 6th ക്വസ്റ്റ്യൻ നോക്കുക. The two circles in the picture cross each other at A and B. Okay, രണ്ട് സർക്കിൾസ് ഉണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതാണ്. രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? ക്രോസ് ഈച്ച് അതർ. The points of intersections are A and B. Okay, the points P and Q are the other ends of the diameters through A. Okay, ഈ P എന്നുള്ളതും Q എന്നുള്ളതും ഡയമീറ്റേഴ്സിൻ്റെ അതർ എൻഡ്സ് ആണ്. അതായത് എയിൽ നിന്ന് സെൻറ്ററിലൂടെ വരയ്ക്കുന്നു ഡയമീറ്റർ, അത് സർക്കിളിൻ്റെ മറ്റേ എൻഡിൽ ടച്ച് ചെയ്യുന്നു. ദാറ്റ് പോയിൻ്റ് ഈസ് പി. ഇവിടെ അതേപോലെ തന്നെ ഫ്രം എ ത്രൂ ദ സെൻറ്റർ ഡയമീറ്റർ ഈസ് ഡ്രോൺ. ദിസ് ഈസ് ദി അതർ എൻഡ് ഓഫ് ദ ഡയമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. ഈ പിയും ബിയും ക്യൂവും എല്ലാം കൂടി ഒരു ലൈനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തത്, പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദ line joining the centers of the circles and is twice as long as this line. PQ എന്നുള്ളത് എന്താണ്? Parallel to the line joining the centers of the circles. ഈ PQ എന്ന ലൈൻ ഈ രണ്ട് സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഉണ്ടാവും. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ലൈനിൻ്റെ ട്വൈസ് ആണ്. ഈ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഡബിൾ ആയിരിക്കും ഈ പി ക്യു എന്ന ലൈൻ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് സെക്കൻഡ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കുക. 6th ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സർക്കിൾസ് വരയ്ക്കുന്നു ഓഫ് ഡിഫറെൻറ്റ് റേഡിയസ്. ഓക്കെ, വ്യത്യസ്തമായ റേഡിയസ് ഉള്ള രണ്ട് സർക്കിൾസ് നമ്മൾ വരയ്ക്കുകയാണ്. This is one circle. കുറച്ചും കൂടെ റേഡിയസ് ഉള്ള മറ്റൊരു സർക്കിൾ വരയ്ക്കുന്നു. ഇങ്ങനെ രണ്ട് സർക്കിൾ വരച്ചു. ആ സർക്കിൾസിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ആണ് ഏതൊക്കെ? എയും ബിയും. എയിൽ നിന്ന് ഈ സെൻറ്ററിലൂടെ ഒരു ഡയമീറ്റർ വരച്ചു. ഓക്കെ, ആൻഡ് ദാറ്റ് പോയിൻ്റ് ഈസ് പി. അതേപോലെ തന്നെ ഇവിടെയും എയിൽ നിന്ന് സെൻറ്ററിലൂടെ ഡയമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് പോയിൻ്റ് ഈസ് ക്യൂ.
ഇനി ഈ ബിയും പിയും ക്യൂവും കൂടെ ക്യൂവും ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്ന ഒറ്റ ലൈനിലാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു ലൈനിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ എയും ബിയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, ഡ്രോ എ ബി വരയ്ക്കുന്നു. എ ബി വരയ്ക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ്സ് എ ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ ആവുമ്പോൾ ദിസ് ഈസ് സെമി സർക്കിൾ. അപ്പോൾ ഈ സെമി സർക്കിൾ ഒരു പോയിൻ്റാണ് ബി. ബിയിൽ നിന്ന് ഈ ഡയമീറ്ററിൻ്റെ ഒരു എൻഡിലേക്ക് വരച്ചിരിക്കുന്ന ലൈൻ സെഗ്മെൻറ്റാണിത്, മറ്റേ എൻഡിലേക്ക് വരച്ചിരിക്കുന്ന ലൈൻ സെഗ്മെൻറ്റാണിത്. ഓക്കെ, അപ്പോൾ ദിസ് ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇറ്റ് ഈസ് എ ഡയമീറ്റർ. ദിസ് ഈസ് എ പോയിൻറ്റ് ഓൺ ദ സർക്കിൾ. ഇറ്റ് ഈസ് എ സെമി സർക്കിൾ. ഇറ്റ്സ് എ പോയിൻറ്റ് ഇൻ ദ സെമി സർക്കിൾ. So B is joined to the end of the diameter and this B is joined to the other end of the diameter. So this angle also will be 90 degree angle. Okay. അപ്പോൾ ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90. ഈ രണ്ട് ആംഗിളും അടുത്തടുത്തുള്ള ആംഗിളാണ്, അഡ്ജസൻ്റ് ആംഗിൾസ്. രണ്ടിനൊരു കോമൺ സൈഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ലീനിയർ പെയർ ഓഫ് ആംഗിൾസാണ്. ലീനിയർ പെയർ ഓഫ് ആംഗിൾസാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് എത്രയും മാറും? 180 ആയി മാറും. ഓക്കെ, അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസിൻ്റെയും സമ്മ് എത്രയാണ്? 180 ആണ്. അങ്ങനെ സമ്മ് 180 ആയി മാറുകയാണെങ്കിൽ ദിസ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ഡ്രോ എ ബി. So B is a point on both the circles. Okay. Angle in a semicircle is right. Angle in a semicircle is right angle that we have studied earlier. Therefore, angle ABP is equal to angle ABQ and that's equal to 90 degree. രണ്ടും 90 degree angles ആണ്. ഓക്കെ, angle ABP plus angle ABQ is equal to 180 degree. 90 plus 90. Okay, 90 plus 90, 180 degree. Therefore, അങ്ങനെ അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ആവുകയാണെങ്കിൽ ഇതിനെ നമ്മൾ കോമൺ ആം എന്ന് പറയും. ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും പൊതുവായിട്ടുള്ള സൈഡാണത്. ഈ നോൺ കോമൺ ആംസ് അല്ലെങ്കിൽ പൊതുവല്ലാത്ത വശങ്ങൾ. ഓക്കെ, അത് രണ്ടും കൂടെ കൂടിയിട്ട് എന്തായി മാറും? ഒരു സ്ട്രെയിറ്റ് ലൈനായി മാറും. എങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിൻ്റെയും സമ്മ് 180 ആണെങ്കിൽ. ഓക്കെ, ഇപ്പം അടുത്തടുത്ത രണ്ട് ആംഗിൾസാണ് ഇത് രണ്ടും. ഓക്കെ, ഈ ആംഗിളും അടുത്തടുത്ത ആംഗിൾസാണ്. ഈ രണ്ട് ആംഗിൾസിനും കോമൺ ആയിട്ടുള്ള ഒരു ആമാണിത്, സൈഡാണിത്. ഓക്കെ, അപ്പോൾ ഇതൊരു 90യും ഇതൊരു 60 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 90 + 60 എത്രയാണെന്നുള്ളൂ? 150 ആവുന്നുള്ളൂ. ഇത് 70 ആണെങ്കിലോ ഈ ലൈൻ കുറച്ചും കൂടെ താഴോട്ട് വരും. ഈ ആംഗിൾ 70 ആണ്. 80 ആണെങ്കിൽ കുറേയും കൂടെ താഴോട്ട് വരും. ഓക്കെ, 90 ആണെങ്കിൽ എവിടെ വന്ന് വെക്കും? ഇങ്ങനെ സ്ട്രെയിറ്റായി വന്ന് വെക്കും. ഓക്കെ, ബിക്കോസ് 90 + 90 = 180. ഇനി 90യിൽ നിന്ന് വീണ്ടും കൂടി 100 ആയി വിചാരിക്കുക. 100 ആണെങ്കിൽ ഈ ലൈൻ കുറച്ചുകൂടി താഴോട്ട് പോകും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആവില്ല. ഇവിടെ സ്ട്രെയിറ്റ് ഇട്ടില്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടാണ് പോവുക. ഓക്കെ,
അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും രണ്ടും കൂടെ കൂടിയിട്ട് എത്ര ആവണം? 180 ആണ്. ഇവിടെ 90 തന്നെ വേണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു 80 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 80 + 60 എത്രയാണ്? 140 ആണ്. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിൽക്കുക. പിന്നെ അത് 60, 70 ആയി, 80 ആയി, 90 ആയി, ഇങ്ങനെ വന്നിട്ട് പിന്നെ 100 ആവും. 100 ആകുമ്പോൾ 80 + 100 180 എന്നായി മാറും. 180 ആകുമ്പോൾ ഈ ലൈനും ഈ ലൈനും ഇതാണ് ഇങ്ങനെ താഴ്ന്ന് വരുന്നത്. അപ്പോഴാണ് ഇത് 100 ആയി മാറുന്നത്. അപ്പോൾ ഇത് എന്തായി മാറും? സ്ട്രെയിറ്റായി മാറും. അതായത് അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ ഈ കോമൺ ആം അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അൺകോമൺ ആം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ആംസ്, ഇത് രണ്ടും കൂടെ എന്തായി മാറും? ഒരു സ്ട്രെയിറ്റ് ലൈനായി മാറും. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ദിസ് ആംഗിൾ ഈസ് 90, ദിസ് ആംഗിൾ ഈസ് 90. ഇൻ ബോത്ത് ആർ അഡ്ജസൻ്റ് ആംഗിൾസ്. ഓക്കെ, അടുത്തടുത്തുള്ള ആംഗിൾസ് ആണ്. അതിൻ്റെ സം എന്തായി മാറി? 180 ആയി മാറി. Therefore, this PBQ will be a straight line. Okay, then PBQ is a straight line. P, B and Q are on a straight line. Understood? Therefore, P, B and Q are on a straight line. Straight line. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതായി കേട്ടോ. ഇനി രണ്ടാമത്തെ എന്താണ്? പ്രൂവ് ദാറ്റ് PQ ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആൻഡ് ഈസ് ട്വൈസ്. പ്രൂവ് ദാറ്റ് PQ ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് നമ്മൾ പ്രൂവ് ചെയ്യാണ്. ഇത് രണ്ടിൻ്റെയും സെൻറ്റേഴ്സാണ്. നമ്മൾ ഇതിനെ ഇപ്പോൾ C1 എന്നും ഇതിനെ C2 എന്ന് വിളിക്കുന്നതായിരിക്കുക. ഒന്നാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ, രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ എന്നുള്ള അർത്ഥത്തിൽ. ഇനി നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ C1 C2 എന്നുള്ള ഒരു ലൈൻ കിട്ടി. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ M and N എന്ന് വിളിക്കാം. ദിസ് സെൻറ്റർ ഈസ് M ആൻഡ് ദിസ് സെൻറ്റർ ഈസ് N എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ M ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AP. ഇത് ഡയമീറ്ററാണ്. അപ്പോൾ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റാണ് M. അതുപോലെ N ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AQ. ഓക്കെ, മിഡ് പോയിൻ്റാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സാണ് APയും AQവും. M and N are the midpoints of sides. Okay, ഈ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് M ഉം N. അങ്ങനെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ദ തേർഡ് സൈഡ് എന്നുള്ളത് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇൻ എ ട്രയാങ്കിൾ the line joining the midpoints of two sides is parallel to the third side and half of the third side. Therefore, MN is parallel to PQ and half of PQ. Okay. Centers of circles are taken to be M and N. M ഉം N ഉം ആണെന്ന് എടുത്തു. പിന്നെയോ the line joining the midpoints of any two sides of a triangle, the line joining the midpoints of any two sides of a triangle, ഇങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് എഴുതാണ്, of a triangle is parallel to the third side and not only parallel, half, okay, and half of it
is parallel to the third side and half of it. Okay. മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും, മാത്രമല്ല മൂന്നാമത്തെ സൈഡിൻ്റെ പകുതിയും ആയിരിക്കും. അപ്പോൾ ഇവിടെ MN എന്ന ലൈൻ സെഗ്മെൻറ്റ് സെൻറ്റേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്നു. ഓക്കെ, സെൻറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? സെൻറ്റേഴ്സ് ആർ ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഡയമീറ്റേഴ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റും ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനായി മാറുകയാണ് MN. സോ MN ഈസ് പാരലൽ ടു PQ ആൻഡ് MN ഈസ് ഹാഫ് ഓഫ് PQ. ഓക്കെ, therefore we write what? Therefore MN is parallel to PQ and MN is equal to half of PQ. Half of PQ. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, പ്രൂവ് ദാറ്റ് PQ is parallel to the line joining the centers of the circles and is twice as long as this line. പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? PQയും MNഉം പാരലലാണ്. PQ MNൻ്റെ ഡബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? MN ഈസ് ഹാഫ് ഓഫ് PQ എന്ന് പറഞ്ഞാൽ PQ ഈസ് ഡബിൾ ഓഫ് MN. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ 8. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ഓൾ 4 സർക്കിൾസ് ഡ്രോൺ വിത്ത് ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിന്റ്. ഒരു റോംബസിൻ്റെ 4 സൈഡ്സും ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾസ് വരയ്ക്കാം. റോംബസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇറ്റ് ഈസ് എ പാരലോഗ്രാം വിത്ത് ഓൾ 4 സൈഡ്സ് ഈക്വൽ. 4 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമിന് പറയുന്ന പേരാണ് റോംബസ്. അപ്പോൾ ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് സെൻറ്ററായിട്ട് എടുത്തുകൊണ്ട് ഈ സൈഡിൻ്റെ ഹാഫ് ലെങ്ത്ത് റേഡിയസ് ആയിട്ടൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ സർക്കിൾ കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും വരയ്ക്കുക. അങ്ങനെ 4 സൈഡ്സിനും വരച്ചാൽ ദേ വിൽ പാസ് ത്രൂ ദ കോമൺ പോയിൻറ്റ്. ഈ രണ്ടും എല്ലാ സർക്കിൾസും പാസ് ചെയ്യുന്നൊരു കോമൺ പോയിൻ്റ് ഉണ്ടാവും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെന്താണ്? ഇറ്റ്സ് എ റോംബസ്. റോംബസ് മീൻസ് എ പാരലോഗ്രാം വിത്ത് ഓൾ 4 സൈഡ്സ് ഈക്വൽ. അപ്പോൾ റോംബസിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു റോംബസ് വരയ്ക്കുക. റോംബസ് വരച്ചുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ഒരു 3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള സൈഡ്സൊക്കെ 3 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു റോംബസ് വരയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് ഇവിടെ ആയിരിക്കും. ഓക്കെ, വീണ്ടും നമ്മൾ ഒരു 3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള മറ്റൊരു സൈഡ് കൂടി വരയ്ക്കുകയാണ്. മിഡ് പോയിൻറ്റ് ഇവിടെ ആയിരിക്കും. ഇനി ഇതേ ലെങ്ത് എടുത്തുകൊണ്ട് മറ്റ് 2 സൈഡ്സും കൂടെ വരയ്ക്കുക. അപ്പോൾ വിൽ ഗെറ്റ് റോംബസ്. 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് 2 സൈഡ്സ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. മറ്റ് 2 സൈഡ്സ് വി ക്യാൻ ഡ്രോ യൂസിങ് കോമ്പസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. Now we got a point of intersection. Okay, point of intersection കിട്ടി. ഇതിങ്ങോട്ട് ജോയിൻ ചെയ്തു. ഇതിങ്ങനെ ജോയിൻ ചെയ്തു. Now we got what? A rhombus. Okay, റോംബസിൻ്റെ എല്ലാ സൈഡ്സും എത്രയാണ്? 3 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തുള്ളതാണ് എല്ലാ സൈഡ്സും. ഇനി ഈ മിഡ് പോയിൻറ്റ്, ദിസ് ഈസ് ദ മിഡ് പോയിൻറ്റ്. ഇവിടെയും മിഡ് പോയിൻ്റ് ഉണ്ട്. അതുപോലെ അതിന് അടുത്തതിനൊക്കെ നമുക്ക് മിഡ് പോയിൻ്റ് കിട്ടും. ആ മിഡ് പോയിൻ്റൊക്കെ സെൻറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം? സർക്കിൾസ് വരച്ചാൽ ദേ വിൽ പാസ് ത്രൂ എ സിംഗിൾ പോയിൻ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ,
അങ്ങനെ പാസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. റോംബസിന് ഡയഗണൽസ് വരച്ചാൽ ദേ വിൽ ബൈസെക്റ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നാണ്. ബോത്ത് വിൽ ബി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കുമെന്നാണ്. അപ്പോൾ ഈ രണ്ട് ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്ത്തും സെയിം ആയിരിക്കും. അതുപോലെ ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. ഈ 4 ലെങ്ത്തും സെയിം ആയിരിക്കും എന്നല്ല, ദീസ് ടു വിൽ ബി ഈക്വൽ ആൻഡ് ദീസ് ടു വിൽ ബി ഈക്വൽ ആൻഡ് ദി ആംഗിൾ വിൽ ബി 90. അതാണ് പ്രത്യേകത. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ആയിരിക്കും. സോ ഓൾ ദ 4 ആംഗിൾസ് ആർ 90 degree angles. 90 degree angles. Okay, so diagonals of a rhombus are perpendicular bisectors. Therefore, at the point of intersection of the diagonals, the angles formed are right angles. Okay, അപ്പോൾ നമ്മൾ ഇത് ഡയമീറ്റർ ആയിക്കൊണ്ടൊരു സർക്കിൾ വരയ്ക്കാൻ വിചാരിക്കുക. അപ്പോൾ ഈ ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്ന് വരയ്ക്കുന്ന 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ആയതുകൊണ്ട് ആ സർക്കിൾ വിൽ പാസ് ത്രൂ ദിസ് പോയിന്റ്. അതുപോലെ ഇത് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ ഡയമീറ്ററിൻ്റെ 2 എൻഡിൽ നിന്ന് വരച്ചിരിക്കുന്ന ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് 90 ആയതുകൊണ്ട് ഈ സർക്കിളും ഈ പോയിന്റിലൂടെ പാസ് ചെയ്യും. സോ ഓൾ ദ സർക്കിൾസ് വിത്ത് ദീസ് സൈഡ്സ് എസ് ഡയമീറ്റർ പാസ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് ത്രൂ ദ സെയിം പോയിന്റ്. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മിഡ് പോയിൻ്റ് എടുത്തു, എന്നിട്ട് വരയ്ക്കുക. വരച്ചാൽ ഇതിലെ പാസ് ചെയ്യും, ഇതിലെ പാസ് ചെയ്യും. ഓക്കെ, ഇവിടെ വെച്ചുകൊണ്ട് വരച്ചാലും അങ്ങനെ തന്നെ പാസ് ചെയ്യും. ഇതാണ് റേഡിയസ്. വി ക്യാൻ സീ ദാറ്റ് ദിസ് പാസസ് ത്രൂ ദ point. You draw, you can see that they will pass through the same point എന്ന് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എടുക്കുന്ന മെഷേഴ്സിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ അക്യുറസിക്ക് അനുസരിച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ബട്ട് ഇറ്റ് വിൽ ആക്ച്വലി പാസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ്. അപ്പോൾ അതാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ എന്താ എഴുതുന്നത് വെച്ചാൽ ഡയഗണൽസ് ഓഫ് എ റോംബസ് are perpendicular bisectors. Perpendicular bisectors. Okay, to each other. The angles at the point of intersection. Point of intersection are right angles. Okay, therefore what happens? Therefore circles
drawn with the sides as diameters pass through a single point. ആ സിംഗിൾ പോയിൻ്റ് ഏതാണ്? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ്. ഓക്കെ, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് ആണ് ആ സിംഗിൾ പോയിൻ്റ്. ആ സിംഗിൾ പോയിൻറ്റിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്, രണ്ടാമത്തത് ആദ്യത്തതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സാണ്. ദി ആംഗിൾസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആർ റൈറ്റ് ആംഗിൾസ്. ദെർഫോർ സർക്കിൾസ് ഡ്രോൺ വിത്ത് ദ സൈഡ്സ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ സിംഗിൾ പോയിൻ്റ്. ആ സിംഗിൾ പോയിൻ്റ് മീൻസ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തം ചെയ്യണം, ഞാൻ പറയാം. എന്താണ്? പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. അപ്പോൾ 9th ക്വസ്റ്റ്യൻ അല്ല, 8th ക്വസ്റ്റ്യൻ തന്നെയാണ്. 8th ക്വസ്റ്റ്യൻ അല്ല, സെക്കൻഡ് വൺ. Okay, prove that this is true for any quadrilateral with adjacent sides equal as in the picture. അപ്പോൾ ഈ പിക്ചറിൽ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ് തന്നിരിക്കുന്നത്. അതായത് ഇത് രണ്ടും ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററലും ഇത് ശരിയാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇങ്ങനെ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ പറയുന്ന പേര് കൈറ്റ് എന്നാണ്. കൈറ്റ്. ഓക്കെ, ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ അല്ല, ബട്ട് ദീസ് ടു ഈക്വൽ ആൻഡ് ദീസ് ടു ഈക്വൽ. അപ്പോൾ കൈറ്റാണ്. അപ്പോൾ ഇവിടെയും പ്രത്യേകത എന്താണ്? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇവിടുന്ന് ഇങ്ങോട്ട് ഡയഗണൽ വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് ഡയഗണൽ വരച്ചാൽ ദേ വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കില്ല. ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയഗണൽ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും സെയിം ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഈ ലെങ്ത്തും സെയിം ആയിരിക്കില്ല, രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ബൈസെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, രണ്ടും ഈക്വൽ ആകുമ്പോൾ മാത്രമേ ബൈസെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഡയഗണലും പെർപെൻഡിക്കുലർ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. എന്തെന്ന്? ദ ഡയഗണൽസ് of a quadrilateral with adjacent sides equal. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കൈറ്റ് എന്ന് എഴുതുക, KITE, കൈറ്റ്, ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് എഴുതാൻ പാടില്ല, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതുകൊണ്ട് ദി ആംഗിൾസ് formed at the point of intersection of diagonals are right angles. Therefore, circles drawn with sides as diameters pass through a single point. That single point is the point of intersection of diagonals എന്ന് എഴുതി വെക്കുക. ഓക്കെ, മേലെ എഴുതി അതേ സെൻറ്റൻസ് ഇത് തന്നെ ഉപയോഗിക്കുക. ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ടു ഈച്ച് അതർ എന്ന് എഴുതരുത്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് മാത്രം എഴുതിയാൽ മതി. Then 9th question നോക്കുക. A triangle is drawn by joining a point on a semicircle to the ends of the diameter. Then semicircles are drawn with the other two sides as diameter. Prove that the sum of the areas of the blue and red crescents in the second picture is equal to the area of the triangle. അതായത് ഒരു സെമി സർക്കിൾ വരച്ചു, സെമി സർക്കിളിൽ ഒരു പോയിൻ്റ് എടുത്തുകൊണ്ട്
അതിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, പിന്നെ എന്താ ചെയ്തത്, ഈ സൈഡ് ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ് ഇപ്പം, ബിക്കോസ് ഇറ്റ് ഈസ് സെമി സർക്കിൾ, ദിസ് ഇസ് ആൻ ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ, ദെർഫോർ ദിസ് ആംഗിൾ ഈസ് 90. അപ്പോൾ ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ന്യൂസാണിത്. ഈ ഹൈപ്പോട്ന്യൂസ് ഡയമീറ്ററായി വരുന്ന രീതിയിലുള്ള ഒരു സെമി സർക്കിളാണ് ഇത്. ഓക്കെ, ഇനി ഈ സൈഡ് ഡയമീറ്ററായി വരുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. ഈ സൈഡ് ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരയ്ക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഫിഗറാണ് രണ്ടാമത്തെ ഫിഗർ. ഓക്കെ, ഇവിടുന്ന് സെമി സർക്കിൾ വരച്ചു, ഇവിടുന്ന് സെമി സർക്കിൾ വരച്ചു. ഇനി നമുക്കിവിടെ രണ്ട് ക്രസൻസ് കാണാം. ഓക്കെ, ചന്ദ്രക്കല ആകൃതിയിലുള്ളത്, ഒന്ന് ബ്ലൂ, ദി അതർ വൺ ഈസ് റെഡ്. ഓക്കെ, ഇതാണ് റെഡ്. ഇങ്ങനെ ഇതൊരു റെഡ് ക്രസൻറ്റ് ആൻഡ് ദിസ് ഈസ് ബ്ലൂ ക്രസൻറ്റ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദീസ് ടു ക്രസൻസ്, ഈ റെഡ് ക്രസൻറ്റിൻ്റെയും ബ്ലൂ ക്രസൻറ്റിൻ്റെയും ഏരിയയും ഈ താഴെയുള്ള ഈ ട്രയാങ്കിൾ ഏരിയയും രണ്ടും സെയിം ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ആദ്യം നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. റൈറ്റ് ട്രയാങ്കിൾ വരച്ചുകൊണ്ട് ചെയ്യാണ്. 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. This is 3 centimeter and this one is 4 centimeter and this one is 5 centimeter. ആ ഫിഗർ കിട്ടാൻ വേണ്ടി നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എടുത്തതാണ്. അപ്പോൾ അത് 3ഉം 4ഉം 5 ആയിട്ട് എടുത്തു. അപ്പോൾ 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെ ഒക്കെ മിഡ് പോയിൻ്റ് എടുത്തുകൊണ്ട് നമ്മൾ വരയ്ക്കുക. അപ്പോൾ 2.5 ഇവിടെ, 4ൻ്റെ പകുതി 2, ഹിയർ 3ൻ്റെ പകുതി 1.5. മിഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സർക്കിൾസ്, സെമി സർക്കിൾസ് വരയ്ക്കുന്നു. സെമി സർക്കിൾ. അടുത്തത് അങ്ങനെ സെമി സർക്കിൾ വരച്ചു. അടുത്ത ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ വെച്ചുകൊണ്ട് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ദിസ് വൺ ഈസ് റെഡ് ക്രസൻറ്റ്. ഓക്കെ, ദിസ് ഈസ് red crescent and this one is blue crescent. And we want to prove that the area of this blue crescent and the sum of the areas of blue crescent and red crescent is equal to area of this triangle. ഈ ട്രയാങ്കിൾ ഏരിയയ്ക്ക് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ 3 സൈഡ്സിനെ നമ്മൾ 3 ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് എ ആണെന്ന് വിചാരിക്കുക. ദിസ് സൈഡ് ഈസ് എ ആൻഡ് ദിസ് സൈഡ് ഈസ് ബി ആൻഡ് ദിസ് സൈഡ് ഈസ് സി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ.
അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഓക്കെ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു hypotenuse square. Hypotenuse square. So base is what? B. Altitude is C. Perpendicular sides il onnine base mattadine altitude aayittu edukka. So B square plus C square is equal to what? A square. ഇനി നമുക്ക് ഏരിയാസ് ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം റെഡ് ക്രസൻറ്റിൻ്റെ ഏരിയയും ബ്ലൂ ക്രസൻറ്റിൻ്റെ ഏരിയയും കൂട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഏരിയ കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആദ്യം 3 സെമി സർക്കിൾസിൻ്റെ ഏരിയ കാണുന്നു. ഓക്കെ, ഈ വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ, ഈ സെമി സർക്കിളിൻ്റെ ഏരിയ, അതേപോലെ തന്നെ ഈ സെമി സർക്കിളിൻ്റെ ഏരിയയും കാണുന്നു. ഓക്കെ, ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി ആയിട്ടുള്ള area of semicircle with diameter B is എന്താണ് ഏരിയ കാണാൻ സർക്കിളിൻ്റെ ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയായിരിക്കും. സോ വി ക്യാൻ റൈറ്റ് വാട്ട് പൈ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2. ഓക്കെ, ആർ എന്നാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണ്, ഇവിടെ ഡയമീറ്റർ ബി ആണ്. അപ്പോൾ ബി ബൈ 2 ആയിരിക്കും റേഡിയസ്. ഓക്കെ, പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ബി ബൈ 2 ഹോൾ സ്ക്വയർ, അതിൻ്റെ പകുതി. ഇത് സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ്. ഓക്കെ, ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ബി ബൈ 2 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ബി സ്ക്വയർ ഈസ് ബി ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബീൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറും 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 2ഉം 4ഉം വന്നു. 2 × 4 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. 1 × പൈ ഇൻറ്റു ബി സ്ക്വയർ ഈസ് എന്താണ് പൈ ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ പൈ ബൈ 8 ഇൻറ്റു ബി സ്ക്വയർ എന്ന് എഴുതാം. പൈ ബൈ 8 ഇൻറ്റു ബി സ്ക്വയർ. 1 × പൈ 2 × 4 8, പിന്നെ ഈ ബി സ്ക്വയർ. അപ്പോൾ പൈ ബൈ 8 ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ എന്താണ് പൈ ബൈ 8 സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ സി. ഓക്കെ,